ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അതായത് നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലാണുള്ളത്. നമുക്ക് ഓവർ പ്രഷർ ചെയ്ത് സംസാരിക്കാൻ പറ്റൂല. കറക്റ്റ് സമയത്ത് നമ്മുടെ ഗൈഡും വന്നല്ലോ. കുഞ്ഞിരാമനെ എപ്പോഴാണ് കെട്ടിയിരുന്നുള്ളേ? നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് എപ്പോഴും പയ്യെ സംസാരിക്കുള്ളൂ. ആ സാധനം താഴെ വീണു. ഓക്കെ ഗൈസ് നോക്കൂ, നമ്മുടെ ഗൈഡ് വന്നു. നമ്മളങ്ങനെ ഇന്നലെ കിടന്ന് ഞങ്ങൾ ഈ വണ്ടിയിൽ ഇവിടെയാണ്. ബാക്കിയുള്ളവരെല്ലാം ഹൈ ആൾട്ടിറ്റ്യൂഡ് സിഗ്നേച്ചർ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഹോട്ടലിലാണ് കിടന്നത്. എല്ലാവർക്കും ശ്വാസം മുട്ടലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ വണ്ടിയെ കിടന്നു. കാരണം നമ്മൾ ഓൾറെഡി ലഡാക്കിലും അതുപോലെ പല പല ഐ പാസിലും ഇന്ത്യയെ കിടന്നുകൊണ്ട് നമ്മൾ ഇത് അത്ര ബാധിച്ചില്ല. അല്ലാതെ ലിവിനെ ഞങ്ങൾക്ക് പുത്തിരിയല്ല, നമ്മൾക്ക് പുത്തിരിയല്ല. ഞങ്ങൾ വെള്ളം കുടിച്ചാട്ടെ ഇതിനെല്ലാം തരണം ചെയ്തു. അല്ലാതെ ലിബിയ വെള്ളം കുടിച്ചു. അതുപോലെ ഒരു പണി എടുക്കായിരുന്നു. ഒരു പണി എടുക്കായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുമ്പം തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ കുഞ്ഞു. ഗൈസ് നോക്കൂ, നമ്മളിപ്പം ചൈനയുടെ ഒരു ചെറിയൊരു ടൗണിലാട്ടോ. അത്ര വലിയ ടൗണൊന്നും അല്ല, ചെറിയൊരു ടൗണാണ്. എല്ലാ സ്ഥലത്തും ഇമ്പോർട്ടൻ്റ് ആട്ടോ, പ്രത്യേകിച്ച് എസ്പെഷ്യലി കർണാടക പോലെ മെയിൻ തിങ്, അതായത് ഇവരുടെ ചൈനീസ് ലാംഗ്വേജ് ഉണ്ടാവും. ചൈനീസ് ലാംഗ്വേജ്, ചൈനീസ് ഫ്ലാഗ് എല്ലാ ബിൽഡിങ്ങിലും. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഓൾറെഡി റെഡിയായി. ഇനിയിപ്പോൾ എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നീങ്ങേണ്ട മാത്രമേ ഉള്ളൂ. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഹൈലസ്റ്റ് സ്ഥലമാണെന്ന് പറഞ്ഞത്. ലോകത്തിലെ ഇത് ഞങ്ങളുടെ ഗൈഡാണ് ഷേർലി. അപ്പം ഷേർലിയോട് ഞങ്ങൾ ചോദിച്ചു, കങ്ക എന്നുള്ളതാണ് ചൈനയിലെ ഈ ഒരു പ്രൊവിൻസിൻ്റെ പേര്. ഇങ്ങോട്ടൊക്കെ നല്ല കിടിലം ബിൽഡിങ്ങും ഇഷ്ടംപോലെ സെറ്റപ്പ് വണ്ടികളുമാണ്. സെറ്റപ്പ് വണ്ടി. നമ്മളാ മറ്റേ BYD വെള്ളത്തിൽ കൂടെ പോകുന്ന വണ്ടി രാവിലെ കണ്ടില്ലേ? എന്ത് രസമായിരുന്നല്ലേ. ഗൈസ് നോക്കൂ, 360 ഇറങ്ങുന്ന വണ്ടി. ഇവിടെയൊക്കെ പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ അതുപോലുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഈ കാണുന്ന മഞ്ഞു പെയ്ത് കിടക്കുന്ന ഈ ഒരു മലഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഇന്നലെ നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ നേരത്ത് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കട്ടോ. അതായത് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ സ്ഥലത്തും ഇല്ല. അതായത് അങ്ങനെ വലിയ സെറ്റപ്പായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. ഇനി എനിക്കറിയില്ല ടിബറ്റ് മേഖല എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. അതായത് നമ്മൾ ഇവിടുന്ന് 60 കിലോമീറ്റർ നോക്കൂ, ഇവിടുന്ന് 60 കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മൾ പോയിട്ട് എനിക്കുള്ള ആനിമൽ വാക്സിനേഷനും സംഭവങ്ങളും എടുത്ത്. ഇനിയുണ്ട് 2-3 ബാലൻസ്. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇന്നലെ ലിബി കൈക്കൂലി കൊടുത്തിട്ടാണ് സത്യം പറഞ്ഞാൽ സംഭവം എടുത്ത്. കുറെ കാല് പിടിച്ചു അല്ലടാ നിന്റെ തിരുവായ ഒന്ന് ഒച്ചത്തി മൊഴി. അതായത് വിദേശികൾക്ക് കുറെ അധികം ഇവിടെ നിബന്ധനകളുണ്ട്. അതായത് ഇവിടെ ഇൻജക്ഷൻ കിട്ടണമെങ്കിൽ പാസ്പോർട്ട് കൊടുക്കണം, ഗൈഡിന്റെ പിന്നെ കാർഡ് വേണം, പെട്രോൾ പമ്പിൽ പോയി എണ്ണ അടിക്കണം, ഗൈഡ് വേണം. ഗൈഡ് ഉണ്ടല്ലേ പേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് സാധനം വേണമെങ്കിലും ഗൈഡുണ്ട്. പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനം മേടിക്കണവർ ഇവർക്ക് ലാംഗ്വേജ് അറിയത്തില്ല. എല്ലാത്തിനും ഗൈഡ് വേണം. നീ പറഞ്ഞു. അതായത് ഇവിടെ സാധനമുണ്ട്. അതായത് വിദേശികൾക്ക് സാധനം, അതായത് വാക്സിനേഷൻ ഉണ്ട്. അത് ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. മറ്റ് ആശുപത്രി ഹോസ്പിറ്റലിൽ മാത്രമേ വിദേശികൾക്ക് കൊടുക്കുകയുള്ളൂ. നല്ല കാല് പിടിച്ചാൻ പോയിട്ട്. അതെ ഗൈസ്, ഇതൊക്കെയാണ് ടൗണുകളും സംഭവങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഓരോ ഡെവലപ്മെന്റും അതുപോലെയുള്ള ബിൽഡിങ്ങുകളും സംഭവങ്ങളൊക്കെ നടക്കുവാണ്. എവിടെയാ? ദുബായില് അല്ലേ? ദുബായിയുടെ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ, സത്യം കേട്ടോ. അതേപോലത്തെ സെറ്റപ്പാണ്. ഞങ്ങളോട് വളരെ പ്രസ് ചെയ്തു. അതായത് നിങ്ങൾ റൂം എടുക്കുന്നത് ഞങ്ങൾ എടുത്തില്ല കേട്ടോ. ഇതുണ്ട് ഒരു പുള്ളി അവിടെ ട്രൗസർ ഇരിക്കുന്നു. സ്വന്തം കാലില് ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ ഇന്ന് വരെ യാത്ര ചെയ്തിട്ട് ഞങ്ങളുടെ വണ്ടി കംപ്ലൈൻ്റ് ആയി പോയിട്ട് പോലും ഞങ്ങൾ ഹോട്ടൽ എടുത്തിട്ടില്ല. ടിബറ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അതായിരുന്നു. പക്ഷേ അതുവരെ ഞങ്ങൾക്ക് ഇവിടെ സാധിച്ചു. ഓ ഗൈസ്, ഇതാട്ടോ ഇതായി നോക്കിയേ, ചൈനീസ് ട്രക്ക് നോക്കിയേ, എന്ത് രസം നോക്കിയാൽ കാണാൻ വേണ്ടി. ക്യൂട്ട് വണ്ടി കേട്ടോ. നമ്മുടെ നാട്ടില് 2025 ശേഷം ഇങ്ങനത്തെ വണ്ടികളെ ഇനി സമ്മതിക്കുള്ളൂ. എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണ്. ബില്ല് പാസ്സാവണം. എന്നാന്ന് വെച്ചാല് ഡ്രൈവർമാർ രക്ഷപ്പെടും. എല്ലാ വണ്ടിക്ക് AC വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവർമാർക്ക് ഭയങ്കര സുഖമായിരിക്കും. ഗൈസ് നോക്കൂ, ഇതൊക്കെ ലോഡ് കൊണ്ട് പോകുന്നു കേട്ടോ. കാണുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ. ഞങ്ങള് ഒരു ഇതിന് വേണ്ടി, കാരണം ഇവിടെയൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ ചെന്നിട്ട് ഹോസ്പിറ്റലൊക്കെ ചെന്നിട്ട് എടുക്കാൻ പറഞ്ഞ് എടുക്കുന്നില്ല. ആദ്യം പാസ്പോർട്ട് നോക്കി എല്ലാ സാധനം വെരിഫൈ ചെയ്ത് അതുകൊണ്ട് എല്ലാ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ മേടിച്ച് വെക്കാം കേട്ടോ. 2 മേടിച്ച് വെച്ചേക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പോവുകയാണ്. പക്ഷെ ആ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കരുത് കേട്ടോ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ പറ്റില്ല. അത്യാവശ്യം എന്തെങ്കിലും ഭയങ്കര അത്യാവശ്യം വന്നാൽ മാത്രം കേട്ടോ. ഇതാണ് സാധനം, ഓക്സിജൻ സിലിണ്ടർ. ഇവർക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ ഭയങ്കര മടിയാട്ടോ. ഗൈസ്, ഞങ്ങളും ഞങ്ങളുടെ ഗൈഡും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അതായത് എന്തോ ഒരു സംഭവം ഉണ്ട് അവിടെ കയറാൻ വേണ്ടി. ഹിന്ദിപ്പാട്ട് ചൈനയില്. ഗൈസ്, ഈ കാണുന്നത് ചൈനയിലെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി കേട്ടോ. ഇത്ര നേരം വരെ ഉണ്ടല്ലോ ഹിന്ദിപ്പാട്ട് പാടുമായിരുന്നു. ഹിന്ദിപ്പാട്ട് എടുക്കാൻ പറഞ്ഞു, വണ്ടി എടുക്കും കേട്ടോ. ഇവർ എന്ത് സഹിക്കാം, ടോയ്ലറ്റ് മാത്രം ഇറ്റ് ഈസ് വെരി ബാഡ്. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയത് -5 അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവും.
ഇത് മര്യാദയ്ക്ക് ഞങ്ങള് 2-3 ആയിട്ട് ഡെയിലി സ്റ്റാർട്ട് ആയിരുന്നു. നല്ല സായിപ്പ് കാരണം ഇത് അവന് സൗണ്ടും ഇത് കോപ്പെന്നൊക്കെ പറഞ്ഞു അവൻ 4 പേര് വിളിക്കണം. ഇനി പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഉറപ്പായിട്ടും വിളിക്കും കേട്ടോ. വണ്ടി നമ്മുടെ വണ്ടി നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. സ്റ്റാർട്ട് ആവുന്നു കേട്ടോ. കിട്ടിയോ ആയോ? ഇവിടുത്തെ ഇവരെല്ലാം ഇവിടെ ടിക്ടോക്കിന് ആൾക്കാരട്ടോ. ഒന്നും അറിയാം എബിനെ പുള്ളിക്കാരനോട് മാറിക്കാൻ പറ. കഴിഞ്ഞു പോകുന്ന പറ. പുള്ളിക്കാരൻ കഴിഞ്ഞ ഇറക്കല്ല താഴെ പോവേ. ഓ കാശ് എന്ത് സന്തോഷമായെന്നറിയാവോ. രാവിലെ തന്നെ പോയിട്ട് സായിപ്പിനെ പോയിട്ട് തെറി പിടിച്ചു. ഈ വണ്ടി 2-3 ആയിട്ടായിട്ട് ഞങ്ങൾ ഓണാക്കിയിടുന്ന രാവിലെ. അപ്പം പുള്ളിക്കാരന് ഒച്ച പ്രശ്നമാണ്, പുക പ്രശ്നമാണെന്ന് പറഞ്ഞ് 2 ദിവസമായി ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നത്. ഇന്ന് കറക്റ്റ് കാര്യം പറഞ്ഞു. നല്ല രീതിയിൽ ഉള്ള ഇംഗ്ലീഷിൽ അങ്ങോട്ട് അടിച്ചു വിട്ടാം. എബിനെ എൻ്റെ വിഷമം തീർന്നു കേട്ടോ. ശരിക്കും ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞ് ഈ പ്രശ്നം ആയതുകൊണ്ടാണ് ഇപ്പം കണ്ടോന്ന് ചോദിച്ചു. വണ്ടിയുടെ എല്ലാ സ്ഥലത്തും ഭയങ്കര സൗണ്ടാട്ടോ. ഇതുണ്ടോ ഭയങ്കരമായിട്ട് പുകതള്ള കേട്ടോ. ഭയങ്കര നീറ്റിലായിരിക്കും കേട്ടോ. ഭയങ്കര പുകതള്ള കേട്ടോ. വേറൊരു സംഭവമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം സായിപ്പ് ഞാൻ വണ്ടി ഓണാക്കിയിട്ട് ഭയങ്കര തെറിവിളി ഷൗട്ടിങ് ഒക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെയാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വണ്ടി ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പുള്ളി ഒന്നും സമ്മതിക്കൂല. ഓ കുതിരകൾ വന്ന് നോക്കണം. അയ്യോ തീർ കുതിരകൾ, ചില്ലറ കുതിരകളാണ് കുഴപ്പമില്ല. തീർ സായിപ്പ് കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടികൾ ഞാൻ ഓണാക്കിയിട്ട് സായിപ്പിനോട് പറഞ്ഞു നീ വണ്ടി ഓണാക്കിയിട്ട് എൻ്റെ കണ്ണിരിക്കുന്നത് എനിക്ക് ഇരിക്കാൻ പറ്റുന്ന. അങ്ങനെ ഞാൻ പറഞ്ഞു ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇതുപോലുള്ള സംഭവങ്ങളിൽ നമ്മൾ വണ്ടി ഓഫാക്കി ഫ്രീസിങ് ആയി കഴിഞ്ഞാൽ ഫ്രീസിങ് ടെമ്പറേച്ചറാണ് ഓൾറെഡി ഇവിടെ. അപ്പോൾ ഫ്രീസിങ് ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാകുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. പിന്നെ അടി തീയൊക്കെ വെച്ച് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ ജർമ്മനി അവിടെ ഇതേപോലെ ഇതൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ പുള്ളി ഒന്നും കേട്ടില്ലേ. അങ്ങനെ 2-3 അല്ലേ കേൾക്കാം. അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. ഇന്നുണ്ടല്ലോ ഈ കാണുന്ന സ്ഥലത്ത് വന്നപ്പം പുള്ളിയുടെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഞാനിത് കുറേ അനുഭവിച്ചുകൊണ്ട് എനിക്ക് തന്നെ എന്നുള്ള കറക്റ്റ് അറിയാം. അതായത് ഞാൻ 2 ബാറ്ററി വെച്ചേക്കുന്നത്. എന്നിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ഒരു ബാറ്ററി ഓഫാക്കും, എന്നിട്ട് വണ്ടിയുടെ ബാറ്ററി എടുക്കും. എന്നിട്ട് അത് ആദ്യം അടിക്കാൻ നേരത്ത് അത് തീരും. അപ്പം മറ്റേ ബാറ്ററി ഇടാൻ നേരത്ത് സാധനം എങ്ങനെയും ഞെങ്ങി എടുക്കും കേട്ടോ. പുള്ളി ഡിഷ എണ്ണ വരച്ചിട്ട് ലിബിൻ ഇന്നിപ്പം പോയി പറഞ്ഞു ഇപ്പം എന്നാന്ന് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. ഇപ്പം പുള്ളിക്ക് എന്നാന്ന് മനസ്സിലായി. അല്ല ശരിക്കും അങ്ങ് പറഞ്ഞവനെ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ലോ വണ്ടി ഓഫാക്കരുത്, വണ്ടി ഓഫാക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവില്ലോ. എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ലഡാക്കിലൊക്കെ പോയ പോലെ ഉള്ള എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ ഗുസ്തി ആയിരുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ട്രൗസർ കയറി കൈ കിട്ടി. എല്ലാവരും പറഞ്ഞു തന്നെ അറിയാം അവിടുന്ന്. അതായത് നേപ്പാളിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഹോട്ടൽ എടുക്കൂല, നിങ്ങളും അതേപോലെ ആയിരിക്കണം. അവിടെ ചെന്ന് വാക്ക് മാറില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും എടുക്കൂല, നിങ്ങളും അങ്ങനെ ആയാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പം അവരെല്ലാം ഹോട്ടലെടുത്തു, ഞങ്ങൾ മാത്രം വണ്ടിയിലുമായിട്ടോ തണുപ്പോണ്ട് കിടക്കാൻ പറ്റുന്നില്ലെന്ന്. അതായത് ഇവിടെ നിന്ന് വെച്ചാൽ നമ്മൾ ലഡാക്കിൽ ഇവിടെ കാറ്റ് കൂടുതലാ. ഏകദേശം 50 കിലോമീറ്റർ അനുസരിച്ച് നമ്മുടെ വണ്ടി ഇന്ന് രാത്രി ആടിയതറിഞ്ഞോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടി തുടങ്ങി. ആകെ 6 കിലോമീറ്റർ നമുക്ക് ഓടാനുള്ളൂ. ബേസ് ക്യാമ്പിലേക്കാണ് പോകുന്നത് കേട്ടോ. ബേസ് ക്യാമ്പിലേക്കാണ് ഇവരെല്ലാം പോകുന്നത്. ഞങ്ങൾ നേരെ വില്ലേജിലേക്കാട്ടോ പോകണം. ഇതുണ്ടോ ഈ കാണുന്ന സ്നോഫോൾ പെയ്ത് കിടക്കുന്ന ഈ ഒരു മല, അത് ബേസ് ക്യാമ്പ് ആട്ടോ. ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നതിന് ഫുള്ള് ക്ലൈമറ്റും ഫുള്ള് കാലാവസ്ഥ ഇന്നലെ വരെ സത്യം അറിയാമോ ഞങ്ങളെ ഗിയർ പോലും ഇടുന്നില്ല അല്ലേ. പിന്നെ ഡ്രൈവ് ചെയ്യുന്നിടത്ത് ഷൂ ഇടണം കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് സ്ലിപ്പർ ആയിട്ടാക്കുന്നത്, അതാണ് നല്ലത്. ഈ വണ്ടി നിർത്താൻ പറഞ്ഞു. ഞങ്ങളിവിടെ വണ്ടി നിർത്തി. ഈ കാണുന്ന അവരന്ന് തന്ന സംഭവമൊക്കെ ഞങ്ങൾ വണ്ടിയുടെ ഫ്രണ്ടിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കിഡിലൻ മൊണാസ്ട്രി ഉണ്ട്. ടിബറ്റിൻ്റെ ഭാഗമാണല്ലോ ഇത്, ടിബറ്റാണല്ലോ. അപ്പം ടിബറ്റിലൊരു കിഡിലൻ മൊണാസ്ട്രി. കൈസ് നോക്കൂ, നമ്മൾ പോകുന്നത് ഈ ഒരു ഭാഗത്തോട്ടാണ്. ഫുള്ള് മഞ്ഞ് പെയ്ത് കിടക്കുന്ന മലകളാട്ടോ. അതായത് സ്നോഫോൾ നേരത്തെ വീണാണ്, ഇപ്പം വീണല്ല കേട്ടോ. നേരത്തെ ഡിസംബർ ആകുമ്പോഴത്തേന് ഇത് മൊത്തം മഞ്ഞാവും. പുള്ളി ഗൈഡ് വിശദീകരിക്കുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും. ഇവിടെ എന്ത് ചെയ്യണേലും ഗൈഡൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഈവൻ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു സാധനം മേടിക്കണം, ഈവൻ നമ്മൾ പെടക്കാൻ പോലും ഇവർ അനുവാദം ഇല്ലാതെ പോകാൻ പറ്റൂല. ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. ഇവിടുത്തെ എല്ലാം ഓക്കെയാണ്, പക്ഷേ ഇവിടുത്തെ ടോയ്ലറ്റ് അത് വൃത്തിയില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുഴി ബാത്റൂം ഉണ്ട് ഇവിടെ, നമ്മൾ ലഡാക്കിലൊക്കെ ഉള്ള പോലെ. അതിൻ്റെ അകത്ത് സംഭവങ്ങളൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ ഗൈസ്, നിങ്ങൾ ഫ്ലൈറ്റിന് വന്നിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഇന്ത്യയിൽ നിന്നും നേപ്പാൾ വഴി ടിബറ്റ് ചൈനയിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഗൈഡ് വേണം. എല്ലാ ദിവസവും നിങ്ങളെ ഇവിടെ നിരീക്ഷിക്കുന്നുണ്ടാവും, നമ്മൾ പോലും അറിയില്ലാതെ. എന്നിട്ട് നമ്മുടെ 2 ഗൈഡുമാരുണ്ടായി, 2 ഗൈഡുമാരും റിപ്പോർട്ട് കൊടുക്കും.
അതുകൂടാതെ ഇവർ തന്നെ ഓരോ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അവരും റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഫ്ലൈറ്റിന് വരുന്ന സ്ഥലങ്ങളിലല്ല ഞങ്ങൾ വരുന്നത്. അതായത് ഫ്ലൈറ്റിന് വരുന്നവർക്ക് ഞങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ കയറി പോകാൻ പറ്റൂല. ഞങ്ങൾ തീർത്തും ബോർഡർ വഴികൾ ശരി കേട്ടോ, ടിബറ്റിൽ അങ്ങനെ പോകാൻ പറ്റൂല. ഫസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും ട്രൗസർ എല്ലാവരും ഏകദേശം തീരുമാനം. സാധാരണ ഒക്കെ വണ്ടി നിർത്തുമ്പോൾ എല്ലാവരും ചാടി ചാടി കേൾക്കുന്നതാണ്. ആരും ഇറങ്ങുന്നില്ല വണ്ടി. ട്രൗസർ കയറിയത് തന്നെ. ഞാൻ ട്രൗസർ കയറായിരിക്കാൻ ട്രൗസർ ഇട്ടുകൊണ്ട് നിക്കർ ഇട്ടുണ്ട്, അതിന് മേലെ ഒരു കീറിൽ ഇട്ടു. ഇത് കണ്ടോ, ഈ കാണുന്ന ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മളിപ്പം നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. അതായത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ ഒരു ബേസ് ക്യാമ്പിലേക്ക് പോകേണ്ടത്. ഇന്ന് ഓട്ടോ ഒന്നുമില്ല ഗൈസ്. കുറേ പേരെ കമൻറ്റ് കണ്ടു, അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ കൂടുതലുള്ളവരുടെ വീഡിയോ എടുക്കാത്തതെന്നുള്ളത്. ഗൈസ് ഞങ്ങളുടെ 2-3 പേര് പറഞ്ഞു ഞങ്ങളുടെ വീഡിയോ എടുക്കരുതെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാത്തത്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം കയറി മെഴുകാൻ ഭയങ്കരമായ താല്പര്യമുണ്ട്. പക്ഷേ അതായത് ഇന്നലെ സമ്മതിക്കണ്ടേ, സായിപ്പ് തെറി വിളിച്ച് വീഡിയോ എടുത്തേ. അതിനുള്ള ഞാൻ ഇന്ന് രാവിലെ ഗൈസ് പുള്ളി ഭയങ്കര ആലമ്പായിരുന്നു, ഓവർ ഷോയാ. അതായത് എന്റെ മനസ്സിന് വിഷമം ഉണ്ടാക്കി പുള്ളി മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാല് നിങ്ങളുടെ രാജ്യത്ത് ഫുള്ള് പിന്നെ ചപ്പും ചവറും അതും ഇതൊക്കെ വീണ് കിടക്കുവാണ്. പിന്നെ അത് നിങ്ങൾ ഞാൻ 2 ദിവസത്തെ ആളെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ രാജ്യം കൊള്ളൂലെന്ന് പറഞ്ഞാല് അങ്ങനെ മൊത്തത്തിൽ അടിയായിട്ട് ഓപ്പണായിട്ട് പറഞ്ഞു നമ്മുടെ രാജ്യം നമുക്ക് ഏറ്റവും വലിയാണ്. അയാൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തിന് വൃത്തി. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞു പുള്ളി കുറെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞേ, അതായത് പണ്ടേ നിങ്ങളെല്ലാം കൂടെ വന്ന് ഉള്ളതെല്ലാം കൊണ്ടുപോവുകയും ചെയ്തു, എന്നിട്ട് ഞങ്ങളൊന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. എന്നിട്ട് കുറേ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഗൈസ് ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വണ്ടിയുടെ ടയറിൻ്റെ പ്രഷർ കുറവാണ്, ചെറിയ പ്രശ്നമാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു വണ്ടിക്ക് ഒരു രീതിയിലുള്ള ചെറിയ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതേപോലെ കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ പെരിയൊക്കെ ആട്ടോ വണ്ടി ഓടിക്കുന്നത്. കാരണം 18 ദിവസത്തിനുള്ളിൽ ചൈനയിൽ ഞങ്ങൾ ഇറങ്ങിയില്ലേ ഞങ്ങൾക്ക് പണിയാണ്. കാരണം ഞങ്ങൾക്ക് ഷങ്കൻ എൻട്രി ചെയ്യണ്ട കേട്ടോ, അതുകൊണ്ടാട്ടോ. ഓ ഗൈസ് ഫൈനലി നമ്മൾ ഫോട്ടോയും കാര്യങ്ങളും എടുത്ത് നേരെ ഏറ് പിടിച്ചില്ല മറ്റേ വണ്ടിക്ക്. ഇനി ഉണ്ടല്ലോടാ, നമ്മൾ ചൈനയിൽ നിന്ന് അടുത്ത രാജ്യത്ത് എടുക്കാൻ നേരത്തെ നമുക്കും പിന്നെ ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കണം. ഇത് ഗൈഡ് ഉള്ളതുകൊണ്ട് ഒന്നും അറിയണ്ട, ഗൂഗിൾ മാപ്പ് പോലും വെക്കണ്ട. സത്യം പറഞ്ഞ ഇവിടെ ഒന്നിന്റെ ആവശ്യമില്ല, എല്ലാം ഇവര് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഇന്നലെ ടാക്സി പറഞ്ഞത് 60 കിലോമീറ്റർ എന്നാണ്, ഞാൻ വിചാരിച്ചത് 16 എന്നാണ്. പക്ഷെ ഇപ്പം ചോദിച്ചത് ഹൗ മച്ച് 60 കിലോമീറ്റർ ഓടാണ്ട് കേട്ടോ. അതായത് ഈ കാണുന്ന പോലത്തെ ഞരമ്പം വഴിയാട്ടോ, നല്ല റോഡാണ് പക്ഷെ ഞരമ്പ മൊത്തം, അതാ വിഷയം. അങ്ങോട്ട് ഇങ്ങോട്ട് വളവ് കൊടുത്തില്ല അല്ലേ? നോക്കിയാ ഫ്രണ്ടിലേക്ക് നോക്കിക്കോട്ടെ, എന്തോരെ സ്നോഫോൾ പെയ്താ കിടക്കണേ നോക്കിയാ. ഇപ്പൊ സ്നോഫോൾ ഒന്നുമില്ല കേട്ടോ. ഇന്നലെ ഭയങ്കര ഫോഗ് പിടിച്ച കാലാവസ്ഥയായിരുന്നു, അതായത് ഫോഗി ആയിരുന്നു. ടുഡേ ഈസ് വെരി ഗുഡ് വെതർ. യാ ഓ ഗൈസ് ഇങ്ങോട്ട് നമ്മൾ വീണ്ടും ഒരു ചെറിയ വഴിയിലോട്ട് കൺവേർട്ട് ചെയ്ത് പോവല്ലേ ഇവനെ. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ നാട് പോലെ ഒഴിച്ച പണി വാളും. ഇവിടെ ഹമ്പ് ഇങ്ങനത്തെ അല്ലേ, നമ്മുടെ അവിടുത്തെ മറ്റേ ഹമ്പല്ലേ ഇങ്ങനത്തെ സാധനം ഫൈബർ ഹമ്പ്. ഇപ്പൊ ഉണ്ടല്ലോ ഈ അമേരിക്കയിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്തൊരു ഫീലിംഗ് കേട്ടോ. അതായത് അമേരിക്കയിലൊക്കെ ചില സ്ഥലങ്ങൾ ഇതേപോലെയാണ് ട്രാവൽ ചെയ്യാൻ നേരത്ത്. ദൂരത്തിൽ ഒരു മാങ്ങയും തേങ്ങ ഒരു വണ്ടി ഒന്നും ഉണ്ടാവില്ല. ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ വണ്ടി ഓടിക്കുമ്പം ശ്രദ്ധിക്കണം. ഇവിടുത്തെ റോഡുകൾ ഇച്ചിരി വിഷയമാണ്. കാരണം ഭയങ്കര ബമ്പിങ്, ചെരുവ്, പിന്നെ നടുക്ക് വര, കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് വണ്ടി പാളിപ്പോവും. പ്രത്യേകിച്ച് എസ്പെഷ്യലി സ്റ്റിയറിംഗ് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഫൈനലി ഗൈഡ് ഈ കാണുന്ന സ്ഥലത്ത് നിർത്താൻ പറഞ്ഞു. ഇവിടെ നിർത്തി. അതായത് ഈ കാണുന്ന ഇവിടെ ടിബറ്റൻ വില്ലേജ് ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള ചാണകമൊക്കെ ഉണക്കി അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പിലുള്ള വില്ലേജ് ഇവിടെ ഉണ്ട്. ഗൈസ് അത് കാണാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തിയത്. 10 മിനിറ്റാണ് ഇവിടെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ടൈം. അപ്പോൾ ഈ കാണുന്ന ഇവിടെയൊക്കെ ചൈനീസ് ലെറ്ററിലും അതുപോലെ തന്നെ സംഭവങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ. ശ്വാസമൊന്നും കിട്ടുന്നില്ല, നെഞ്ചൊക്കെ പടപടാ പിടയ്ക്കുക കേട്ടോ. ഇതാ വീട്. ലിവിനെ ലഡാക്കിലൊക്കെ കാണുന്ന പോലെ അല്ലേ ഗൈസ്? ഇതുണ്ടോ ചാണം ഉണക്കി വെച്ചേക്കുന്നുണ്ട്, ഇതുണ്ടോ കട്ടയായിട്ട്. എൻ്റെ അമ്മോ, ഇവിടെ നല്ല ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. അതായത് മഞ്ഞ് പെയ്യുമ്പോ ഇവർ കത്തിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുന്നത്. ഗൈസ് നോക്കൂ, ആ കാണുന്ന ഗ്രാമത്തിൽ വരെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്തൊക്കെയോ പരിപാടി. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വരുന്ന ഇലക്ട്രിക്കൽ റിക്ഷ കേട്ടോ, ഏറ്റവും കൂടുതൽ ഈ എന്താ സാധനങ്ങൾ കൊണ്ടുവന്നും വരുന്നൊക്കെ അല്ലോ. സത്യം കേട്ടോടാ ഗൈസ്. അതേപോലെ തന്നെ ഉണ്ടല്ലോ ഇവിടെ കണ്ടോ, ഈ മഞ്ഞ് കാലത്തേക്ക് ഇവർ കത്തിക്കാൻ വേണ്ടിയുള്ള വിറകൊക്കെ ഈ ലഡാക്കിലൊക്കെ ആൾക്കാർ സൂക്ഷിച്ചു വെച്ചാക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. എനിക്കൊന്ന് ഇത് ആരോ പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു, അടുത്ത വീട് പണിയാണല്ലേ ഇത് കേട്ടോ, വരമ്പാന്ന് തോന്നുന്നല്ലടാ. ഇവിടെ ലഡാക്ക് അങ്ങനെയുള്ള ഏരിയൻ്റെ അകത്ത് എല്ലാം കൂടി കല്ല് ഇഷ്ടം പോലെ കിട്ടും, സ്റ്റോണ്. അതായത് ഇവർ ചുടുകട്ടയും കൊണ്ടല്ല, ആ കല്ല് കൊണ്ടാണ് വീട് പണിയുന്നത്. ഗൈസ് ഇത് ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയോ ടൈപ്പ് വണ്ടികളാണ് ഇവിടെ എല്ലാവരും നിർത്തി. വിശ്വാസം ശരിയാണെങ്കിലുണ്ടല്ലോ അപ്രോക്സിമേറ്റ്
ഇനി ഒരു 56 കിലോമീറ്ററോളം നമുക്ക് ഓടാനുണ്ട്. അത് ഓടിക്കഴിഞ്ഞാണ് ഈ മെയിൻ സംഭവങ്ങൾ വരുന്നത്. പൈസ കൊടുത്ത് കടിക്കുന്ന പറ്റീനെ മേലോട്ട് ചെല്ലുമ്പോൾ ശ്വാസം കിട്ടാതെ വരിക. ഗൈസ്, എൻ്റെ ഒരു വിശ്വാസത്തിൽ ഈ ഗ്രൂപ്പിൽ വരുന്നതും അതുപോലെ ഗൈഡ് എടുത്ത് വരുന്നതും വെർത്താണ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഉള്ളവർക്ക് ഭാഷ അറിയില്ല. ഒരു സാധനം നമുക്ക് ഗ്രാമങ്ങളിൽ നിന്നോ മറ്റ് ഡീപ്പ് ഏരിയ നിന്നോ മേടിക്കാമെന്ന് വിചാരിക്കേണ്ട. പിന്നെ പോലീസ് സ്റ്റേഷൻ ചെക്കിങ്ങിൽ പേപ്പർ വർക്ക് എന്ന് പറഞ്ഞാൽ വമ്പം പേപ്പർ വർക്കാണ്. ആർമിയുടെ ഉണ്ട്, പോലീസിൻ്റെ ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും, അതായത് ചൈനയുടെ എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ ഇവരുടെ ചൈനീസ് ഫ്ലാഗ് ഉണ്ടാവും കേട്ടോ. എപ്പം എവിടെ നോക്കിയാലും ഈ സംഭവം കാണാം. ഏത് വലിയ നേരത്തെ കണ്ട അവർ ആ കാണുന്ന ഈ ഒരു വണ്ടി കേട്ടോ വന്നേ. ഹായ് ഗൈസ്, നോക്കൂ, ഫാമിലി ആട്ടോ. നോക്കിയേ, അവര് പിന്നെ എനിക്കൊന്ന് ഗ്രാമത്തിൽ നിന്ന് വന്നാണ്. എന്തോ സാധനം എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഇലക്ട്രിക്കൽ വെഹിക്കിൾ ബാറ്ററി. യാ, അതെ, ചൈനീസ് ഭാഷ. യാ, യു നൗ ഇൻ ടോക്കിംഗ് ചൈനീസ് ലാംഗ്വേജ്. യാ ഗൈസ്, നോക്കൂ, ഇത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആട്ടോ. അതായത് ഇലക്ട്രിക്കൽ. മാക്സിമം How much? 它可以开多远呢？好多远，它能开多远？ ചൈനീസ് ഭാഷയിലാണ് ചോദിക്കുന്നത്. 10 കിലോമീറ്റർ മാക്സിമം സ്പീഡ്. അത്രേ ഉള്ളോ? എന്തും വരുന്നത് 60-ലായിരുന്നല്ലോ. നോ നമ്പർ പ്ലേറ്റ്. ഇതൊക്കെ ഉണ്ടോ? നോ ഡ്രൈവിംഗ് ലൈസൻസ്. ഡ്രൈവിംഗ് ലൈസൻസ്, നമ്പർ പ്ലേറ്റ്, ഈ കാണുന്ന സംഭവങ്ങളൊന്നും വേണ്ട. ചാർജ് ഹൗ മച്ച് കിലോമീറ്റർ ഇൻ ദിസ് വെഹിക്കിൾ വൺ ചാർജിങ്? Maximum is 10. No. One This charge. one is one charge, full battery, Yeah. around 25 to 30 kilometer. അത്രേ For ഉള്ളൂ the അല്ലേ? summer time and the winter time, around 20 kilometer. ഓ, They have the Guys. actually have the around 6 or ആ, 8 batteries. ഓ, ലിഥിയം ബാറ്ററി. Yes. ഗൈസ്, So right അതായത് now, in China, is many people using this one. So we need to make the driving lesson D. ഓ ഗൈസ്, നോക്കൂ. 也需要 അതായത് ഇവിടെ ഒരു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഓവർ പിന്നെ ബാറ്ററി നിൽക്കില്ല കേട്ടോ. ഇത് നിൽക്കൂല, ബാറ്ററി നിൽക്കൂല കേട്ടോ. Renminbi. 5,000 ഇവിടുത്തെ പൈസയാണ് ഇതിന് പറയുന്നത്. ചൈനീസ് മണി. Chinese money. ഗൈസ്, നോക്കൂ, ഇവിടെ എല്ലായിടത്തും പിന്നെ ചൈനീസ് ഡെവലപ്മെന്റിന്റെ അതുപോലെ ചൈനീസ് പാർട്ടിയുടെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ച്. ഷീ ജിൻപിങ്ങിന്റെ ഫോട്ടോ എന്നിട്ട് ഡെവലപ്മെന്റ് സംഭവങ്ങൾ, അതിന്റെ പ്രൊജക്ട്, അതുപോലെ സംഭവങ്ങൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ട്രാക്ടർ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവര് തുണി കെട്ടും, റിബൺ കെട്ടും. പക്ഷെ ചൈനീസ് ലെറ്ററുകളുണ്ടാവും. ഇതുണ്ടോ, ഇവിടെ റിബൺ കെട്ടും. നമ്മുടെ പഞ്ചാബി വണ്ടികളെ പോലെയുള്ള സാധനങ്ങൾ കെട്ടും. എല്ലാം അടിപൊളിയാട്ടോ. എങ്ങനെയായിരുന്നു ഈ ഗ്രാമം, ഇപ്പൊ എങ്ങനെ വന്നു, അതിന്റെ മൊത്തം ഇവിടെ ഫോട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഗൈസ്, അതാണ് സംഭവം കേട്ടോ. നമുക്കിനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടുന്ന് പോകേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോകും കേട്ടോ. ട്രഡീഷണൽ വേഷത്തിൽ ഒരു അമ്മച്ചി നടന്നു വരുന്നതായിട്ട് കാണുന്നത്. ട്രഡീഷണൽ വേഷമാണ്, ടിബറ്റ് വേഷമായിട്ട് ഈ കാണുന്നത്. ടിബറ്റ് വേഷം. പുള്ളിക്കാരി ഈ കാണുന്ന മല. എൻ്റെ ദൈവമേ, അപ്പം എന്നാ ആരോഗ്യമായിരിക്കൂടാ. നമ്മുടെ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50-55 വയസ്സ് കഴിഞ്ഞിട്ട് തളരും. നമ്മൾ തന്നെ ഇപ്പം തളർന്നു. എന്തൊരു ആരോഗ്യമാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഇത്രയും വയസ്സുള്ള ഒരു അമ്മച്ചി വില്ലേജ് ഓഫീഷ്യലിൽ വരുന്നതാണ്. അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാർ വന്ന് മീറ്റിങ്ങും സംഭവങ്ങളും നടത്തുന്ന ഏരിയ ആയിട്ട് കാണുന്നത്. അതായത് വില്ലേജ്, അതായത് നമ്മുടെ ജിയോ സാർ എന്ന് വെച്ചാൽ 100 വില്ലേജിന്റെ ഹെഡാണ്. അതേപോലെ അവിടുത്തെ പോലെ തന്നെ ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പശുവും ആടൊക്കെ ക്രോസ് ചെയ്യാൻ നേരത്തെ എല്ലാവരും പറയും പശു ആടും റോട്ടിൽ കൂടെ ക്രോസ് ചെയ്യുന്നു. ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള കേട്ടോ. ഇതുണ്ട്, ചൈനയിലുണ്ട് പശു, ആട്. ഈ സംഭവമൊക്കെ റോട്ടിൽ കൂടെ ക്രോസ് ചെയ്യും. നമ്മൾ ഹോണൊന്നും അടിക്കാതെ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ റൂട്ടിൽ കൂടെ പോകാൻ വേണ്ടി കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന വഴിയുണ്ടല്ലോ, അതായത് വിന്റർ ടൈമിൽ ഇത് ഫുള്ള് സ്നോഫോൾ ഏരിയ കേട്ടോ. അതായത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ അരുവി ഒഴുകുന്നുണ്ട്. അതൊക്കെ ഫുള്ള് ഫ്രീസ് ചെയ്ത് കിടക്കും കേട്ടോ. ഇങ്ങോട്ട് വരാൻ നേരത്ത് നല്ല ഒടുവും തിരുവാണല്ലോ. റോഡൊക്കെ ഉണ്ടോ നമ്മുടെ നാട് പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. നമ്മളിവിടെ പിന്നെ 4 ലൈൻ ചില സ്ഥലങ്ങളുണ്ട്. ഇവിടെ 4 ലൈൻ ഒന്നുമില്ല, 2 ലൈൻ മാത്രം. പിന്നെ ഇതേപോലെ തന്നെയുള്ള വിഷയങ്ങളാട്ടോ. തൂങ്ങി കിടക്കുന്ന സ്റ്റിയറിംഗിൽ കണ്ടോ കേട്ടോ. തൂങ്ങി കിടക്കേണ്ടി വരും. ഇതേപോലെ തൂങ്ങി കിടന്നാൽ ഒരു ഓടിയൊക്കെ ഒടിഞ്ഞു കിട്ടും കേട്ടോ. വേറെ കാര്യം ഉണ്ടേനെ, അപ്പുറത്തുനിന്ന് വണ്ടി കയറി വന്നാൽ പ്രശ്നം, വണ്ടി ഇല്ല പ്രശ്നം. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ചൈനയിൽ ഓടിക്കേണ്ടത് ഈ സൈഡിലാണ്. ഈ സൈഡ് ഇന്ത്യ കേട്ടോ. അവിടെ വളരെ ശ്രദ്ധിക്കണം. അത് ഇല്ല പണി പാടും കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറി ഓടിക്കും. പുള്ളിക്കാരൻ ഒന്നും പാട് ഓർക്കും. നമുക്ക് ഗൈഡിനെ കിട്ടിയത് വളരെ നന്നായി അല്ലടാ. അതെ, ഇനിയിപ്പോ ഇവിടുന്ന് തൂങ്ങി കിടക്കണം കേട്ടോ. കിടക്കണേ എല്ലാ സാധനം അങ്ങോട്ടും കൂടെ പോയി കേട്ടോ. നല്ല ഓടിയാ. ഭയങ്കരമായിട്ട് വണ്ടി വന്നു കേട്ടോ. സെക്കൻഡിലാണ് നേരത്തെ വണ്ടി മിസ്സിങ് ചെയ്ത് അപ്പം തന്നെ തേർഡിലേക്ക് ഇടുന്നു. എന്നിട്ട് തേർഡിൽ മിസ്സിങ് വന്നു. തേർഡിൽ ഇപ്പൊ ചെറിയ മിസ്സിങ് വന്നു. എടുക്കുന്നില്ല. അപ്പൊ പോകാൻ പോകുന്നുണ്ടോ വണ്ടിയുടെ. ഇന്ന് മൈലേജ് ഒട്ടും കിട്ടൂല കേട്ടോ. ആനിമൽസ് പോകുന്ന വഴിക്ക്
ക്യാറ്റ് റാപ്പിറ്റ് എന്നാ ഇതിൻ്റെ പേര് മുയൽ. ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ഫോറസ്റ്റ് ആണ്, നാഷണൽ പാർക്ക്. യാ ടാസി ഗൈസ് ഞങ്ങളിപ്പോൾ ദിസ് വേ ഗൈസ് ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു വിടാൻ വേണ്ടി അല്ലെങ്കിൽ ഉരുള് തന്നെയാണ് ഇംഗ്ലീഷിൽ പറയുക. ലാൻഡ്സ്ലൈഡ് Draining and then it's similar like the landslide. ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം ടിബറ്റ് ചൈന ഒരു ഗ്രാമം കാണാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടോ ഇവിടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പൈപ്പ് ലൈനാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്ന ഇവിടെ ഒരു അമ്മച്ചി വെള്ളം എടുക്കുന്നുണ്ട്. ഗൈസ് നോക്കി, ഇത് പൈപ്പിൽ നിന്ന് വരുന്ന നല്ല കിടിലും വെള്ളം തോന്നുന്നുണ്ടോ. ഇത് നോക്കി പ്രത്യേക സെറ്റപ്പാട്ടോ. എനിക്ക് ഇവരുടെ ഭാഷ സംസാരിക്കാൻ അറിയില്ല. വാത്തർ യാ ഗൈസ് നോക്കൂ, ഇവർക്ക് ചൈനീസ് ഭാഷ അറിയത്തുള്ളടാ. യാ ഗൈസ് നോക്കൂ, നീ എന്നാ അടിക്കുന്നത്? കഴിഞ്ഞു, അതാണ് വാങ്ങി ഭാഷ. ആണോ? വാങ്ങി ഭാഷയുള്ള സംസാരമായിരുന്നു. ഗൈസ് ഞങ്ങളുടെ അടുത്തുള്ള ഈ പുള്ളി ഇറങ്ങുന്നില്ല. പുള്ളിക്ക് ഭയങ്കര ശരീരവേദന ദേഹത്തുവേനയൊക്കെയാണ്. ഇതുകൊണ്ട് ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ടിബറ്റ് ഹൗസായിട്ട് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റൂല. ഇതുണ്ടോ ഇതിങ്ങനെ നീണ്ട് കിടക്കും. ഇതുണ്ടോ ചാണകം ഉണക്കി വെച്ചേക്കുന്നുണ്ടോ, ചാണകവും അതുപോലെ തന്നെ കച്ചി. ഈ രണ്ട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാം കേട്ടോ. എന്നടാ അങ്ങനെയൊന്നും ഒളിക്കാൻ പറഞ്ഞാൽ നോക്കല്ലേ. ഇവിടെ അങ്ങനെയൊന്നും പറ്റൂല. നമ്മുടെ നാട് പോലെയല്ല ഇവിടെ. രാജേഷ് സാർ, you see in Tibet typical type of village? Yes. Altitude issue? No. Guys നോക്കിയതുണ്ടോ ഈ കാണുന്ന ചേച്ചി, ഇതുണ്ടോ ഈ കാണുന്ന വെള്ളം തോളി കയറ്റിയിട്ട് കൊണ്ടുപോകട്ടെ. എനിക്ക് ഒന്ന് കൃഷിഭൂമി അല്ലെങ്കിൽ വീട്ടിലേക്ക്, ഇത് രണ്ടിലേതിലൊന്നാട്ടോ. ഓ കഴുത്തേലോ. യാ ഗൈസ് നോക്കൂ. ഗൈസ് നോക്കിയേ വെള്ളം കൊണ്ടുവന്നുണ്ടോ ഇൻ ഹോം. ഗൈസ് നോക്കൂ, പുള്ളിക്കാരി വീട്ടിലേക്ക് വെള്ളം കൊണ്ടുവന്ന് സെറ്റപ്പ് ആയിട്ട് കാണുന്നത്. ഗൈസ് നോക്കിയേ, അത് കലക്കി വാട്ടർ കൊണ്ടുവന്ന് നോക്കിയേ. വാട്ടർ ഗോയിങ് ടു ഹോം ആയിക്കോട്ടെ, വിറകായിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ ഇങ്ങനെ വെച്ചിട്ട് പോവുള്ളൂ അല്ലേ. ഞാനിത് നോക്കി രാജസ്ഥാനെ കൊണ്ട് നോക്കിച്ചു. ആണോ? ഷർലി ഇൻസൈഡ് ഗോയിങ്? നോ. എനി പെർമിഷൻ? നോ. ഗൈസ് നോക്കി, ഇവിടെ ഒരു ഫാമിലിയിലൊരു 10-15 പിന്നെ കുട്ടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇഷ്ടംപോലെ. എൻ്റെ അമ്മ 2 നില കിടിലം വീടാ, മതിലാട്ടെ കാണുന്നേ. എൻ്റെ പൊന്നെ, കലക്കൻ സംവിധാനം അല്ലേടാ. അടുത്ത വർഷം കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടാക്കുന്ന. ഞങ്ങൾ ആ കൃഷി കണ്ടിട്ടാണ് കേട്ടോ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുക. അതായത് ഇവിടെ പോകാനൊരു വേ ഉണ്ട്. ആ വേയിൽ കൂടെ ഞങ്ങൾ ആ കൃഷിഭൂമിയിലേക്ക് പോകട്ടോ. ഞങ്ങളുടെ വണ്ടി ഈ കാണുന്ന ഇവിടെ നിർത്തി. ഇതൊക്കെ ഫുള്ള് മഞ്ഞുകാലത്ത് മഞ്ഞ് പെയ്ത് സ്നോ ഫോൾ ആയിട്ടുള്ള മൗണ്ടൻ ആയിട്ട് കിടക്കുന്ന സംഭവം. നേരെ താഴോട്ട് ഇറങ്ങുന്നത്. ഞങ്ങൾ രണ്ടുപേരും ചൂയിങ്കം ചവയ്ക്കുന്നതെന്ന് വെച്ചാൽ ഈ ആറ്റിറ്റ്യൂഡിനെ ഞങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. ചൂയിങ്കം ചവയ്ക്കുവാണെങ്കിൽ നമുക്ക് ചിന്തകൾ മാറും. ചിന്തകൾ മാറാൻ നേരത്ത് നമുക്ക് ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂകൾ വരില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതുകൊണ്ടോ മതിൽ കെട്ടി വെച്ചാക്കുന്നത്. ഇവിടെയൊക്കെ കൃഷിഭൂമിയിൽ ആൾക്കാർ പണിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വിൻ്റർ കഴിഞ്ഞുള്ള സമ്മർ തുടങ്ങി. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷി. ഇതുണ്ടോ കൃഷിക്ക് വേണ്ടി ഉഴുതിട്ടാക്കുന്നുണ്ടോ. തട്ട് കൃഷികളാണ് നോക്കിയേ, എല്ലാം ഉഴുതിട്ടാക്കുവാണ്. നേരത്തെ അപ്പുറത്തെ വശമൊക്കെ ഉണ്ടല്ലോ, അതായത് അവിടെ നിന്നാണല്ലോ നമ്മൾ വന്നേ. അതും വേറൊരു വില്ലേജ് ആട്ടോ. ഇതുണ്ടോ ഈ കാണുന്നതും വേറൊരു വില്ലേജാണ്. ആ കാണുന്നൊരു വില്ലേജിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്നൊരു വില്ലേജിലേക്ക് വന്നത്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒന്നും ആൾക്കാർ വളരെ കുറവാണ്. അങ്ങ് അവിടെ കണ്ടോ ഒരു പുള്ളി ആടിനെ മേയ്ക്കുന്നുണ്ടോ. ഇഷ്ടംപോലെ ആട്, പശു, അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ കാണുന്ന റൂട്ടിൽ പോകാൻ നേരത്തെ നമുക്ക് കാണാൻ പറ്റില്ല. അതെ, നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇല്ല മോനെ, മൗണ്ട് കണ്ടോ? ചെറിയ മൗണ്ട്, മറ്റേ പുറ്റു പോലെ ഉണ്ടായി വരുന്ന സാധനം, അത് ശ്രദ്ധിച്ചോ? എനിക്ക് നോക്കാം പഴയ വീടുകളായിരിക്കും അല്ലേ. ഗൈസ് നോക്കൂ, അതായതുണ്ടല്ലോ ഈ ഒരു ചൈനയിൽ നമ്മൾ എന്താ പറയുക, ഇവരുടെ ടെക്നോളജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലും കുറച്ച് മുന്നേ ആണോന്ന് ചോദിച്ചാൽ അതെ. നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് തൊട്ടിപ്പുറം വീടുണ്ടായിരുന്നല്ലോ, അവിടുന്ന് ആടുകൾ ഇറങ്ങി തുടങ്ങി കേട്ടോ. എന്തോരം ആടാന്ന് നോക്കിയേ. ഓ എല്ലാത്തിനും ബാഡ്ജുണ്ട് കേട്ടോ. ചെമ്മരയാടുകളാട്ടോ. ഓ വീട്ടിൽ നിന്ന് ഇറങ്ങി മേയാൻ വേണ്ടി പോയേക്കോട്ടോ. അടുത്ത ആളും ആട്ടിനെ കൊണ്ട് പോകാട്ടോ. ഉണ്ടോ വിസിലൊക്കെ അടിച്ചാൽ പോകുന്നത്. വിസിൽ ഇവരെ കാതലൊക്കെ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ കാണുന്ന ഇങ്ങോട്ടും നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ വില്ലേജിൻ്റെ പല ഭാഗങ്ങൾ കാണാം. ഈ കാണുന്ന മതിലൊക്കെ ഉണ്ടല്ലോ മണ്ണ് കൊണ്ട് തേച്ച കേട്ടോ. ഇത് ചാണകമാണ്. ഇതിൻ്റെ അകത്ത് വീടാണ്, മണ്ണ് കൊണ്ടുള്ള വീടാട്ടോ. ഇത് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം. ഇതേ കൃഷിക്ക് വേണ്ടി ഉഴുതിട്ടാകുന്നു. ഒരു 1-2 മാസം കഴിഞ്ഞ് റൂട്ടി വരുവാണെങ്കിൽ നല്ല പച്ചപ്പ് കാണാം കേട്ടോ. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഗൈഡിനോട് ചോദിക്കണം. പിന്നെ അതേപോലെ തന്നെ
നമുക്കിപ്പോൾ എന്തെങ്കിലും ഇവരൊരു പ്ലാൻ നടത്തി അത് നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഇവരുടെ ഫുഡിൻ്റെ, ഇവരുടെ ഗൈഡിങ്ങിൻ്റെ, ഇവരുടെ താമസത്തിൻ്റെ ഇതെല്ലാം ഞങ്ങളുടെ ഈ 2,20,000 രൂപ ഞങ്ങളുടെ വണ്ടി പാക്കേജിലുണ്ട്. പിന്നെ പെർ പേഴ്സൺ നമ്മുടെ ഫുഡ്, പിന്നെ അതേപോലെ തന്നെ ടോള്, പിന്നെ നമ്മുടെ ചിലവുകൾ അതൊക്കെ നമ്മൾ തന്നെ. ഇവരുടെ മുടിയൊക്കെ ഉണ്ടോ, മുടി, കമ്മല്, മുഖമൊക്കെ പൊത്തോട്ട് വരുന്നത് പുള്ളിയുടെ കണ്ട മുടി, കമ്മല്, മൂക്ക് വ്യത്യാസം കേട്ടോ. അവർക്കത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ, അവർക്കത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഞാൻ വീഡിയോ കഴിക്കുന്നത്. അവർക്കേ വീടിൻ്റെ ഉൾഭാഗം കേട്ടോ കാണുന്നത് പിള്ളേര്, അവരാണ് അതിൻ്റെ ഓണേഴ്സാന്ന് തോന്നുന്നത് അല്ലേ. എന്ത് രസമാന്ന് നോക്കിയേ, തണുപ്പല്ലേ. ഞങ്ങൾ നേരെ പോവുകയാണ്, ആ ഗ്രാമം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം ബേസ് ക്യാമ്പിലേക്കാണ് പോണത്. അപ്രോക്സിമേറ്റ് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ വണ്ടി ഓടിച്ചെത്താന്ന് വിചാരിക്കണ്ട. റോഡ് ഈ കാണുമ്പോൾ നല്ലതാണ്, പക്ഷേ ഈ നമ്മുടെ നല്ല ഓവർലോഡ് കയറിയ റോഡില്ല, അതേപോലത്തെ സെറ്റപ്പ് ആണ്. കൃഷി, ഇവന് കൃഷി ഉണ്ടോ? കൃഷി ഫുള്ള് എനിക്കൊന്ന് പൊട്ടറ്റോ. സാർ ഹിയർ ഇൻ സോ മെനി ഫാമിംഗ് ഇൻ പൊട്ടറ്റോ മീറ്റർ പെർ അവർ ആണ് നമുക്ക് ആകെയുള്ള സ്പീഡിൽ പോകാനുള്ള ലിമിറ്റ്. ഇപ്പൊ ഫോട്ടോ എടുക്കൂട്ടോ, എടുത്തു 2 ഫോട്ടോ എടുത്തു. അതായത് അതിന് മേളിൽ പോയി കഴിഞ്ഞാൽ 1000 ചൈനീസ് മണി, അതായത് 1000 യാൻ മണി നമുക്ക് ഫൈൻ വരും. അത്രയും ഫൈൻ വരും കേട്ടോ. ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണ്ട. ഇവിടുന്ന് വണ്ടി തടയും അല്ലെ. പച്ച ബസ് എടുപ്പുണ്ട്, ആ ബസ്സിനാ പോകണ്ടേ. ഇലക്ട്രിക് ആയിരിക്കും കേട്ടോ പച്ച വണ്ടി. എവിടെയാ വണ്ടി ഇടണ്ടേ? അങ്ങനെയൊന്നുമില്ല, അവരെവിടെയെങ്കിലും പറയുവാണ് നമുക്ക് കൊണ്ടിടാം. ഫൈനലി വണ്ടി അല്ല ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലമാണ്, അത് ബേസ് ക്യാമ്പിലേക്കുള്ള. എന്നിട്ട് ഇവിടുന്ന് ഇനിയും 10 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് എന്നാന്നുള്ളത് വ്യക്തമായ ധാരണ കിട്ടിയില്ല കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടുന്നാണ് എന്തായാലും ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി കേട്ടോ. അല്ല ഇവർക്കെല്ലാവേ ഭയങ്കര പിന്നെ എന്താ കൗതുകം കേട്ടോ നമ്മളെ കാണുമ്പോൾ. ഇവരൊക്കെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുക. ഇന്ത്യ ഗൈസ് നോക്കൂ. അതായത് യുവർ നെയിം, ഗുഡ് നെയിം. അവർക്ക് ചൈനീസ് അറിയത്തില്ല, അതാണ് വേറെ പ്രശ്നം. ഇതുണ്ടോ ഇവിടെ വണ്ടി വരുന്ന എല്ലാം ഇവർ തടയും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവന്മാരെ അത്ര നമ്മളോട് ഇതുള്ളവരല്ല കേട്ടോ. ഭയങ്കര സ്നേഹമാണ് ഇവർക്ക് എല്ലാവർക്കും. ഇവർക്ക് അങ്ങനെ അന്തർധാരയും മറ്റേ അതേപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ പിന്നെ തരംതിരിക്കൽ അതൊന്നുമില്ല കേട്ടോ. വണ്ടി നിർത്തിച്ചു. ഏകദേശം ഒരു 10 രാജ്യത്ത് പോയിട്ടുണ്ട്. ബാക്കിയുള്ള രാജ്യത്ത് പോകാൻ നേരത്ത് നമ്മൾ പോകാൻ നേരത്ത് തരം തിരിച്ച് നമ്മളെ ബേക്കിലോട്ട് നിർത്തും. പക്ഷേ ചൈന ടിബറ്റാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചൈനയിൽ കയറിയിട്ടില്ല. ടിബിൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടി പോയി. എല്ലാവർക്കും ഒരേപോലെ ഇവിടുത്തെ വണ്ടി ടിക്കറ്റ് അവരുടെ ഓൾറെഡി ഉണ്ട്. ബേസ് ക്യാമ്പിൽ പോകുന്നില്ല, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 160 യാൻ, അതായത് 160 ചൈനീസ് മണി ടിക്കറ്റ് നമ്മൾ എടുക്കണം. അത് മസ്റ്റ് ആട്ടോ ഗൈസ്. ഞങ്ങള് ഇന്ന് പിന്നെ ബേസ് ക്യാമ്പിൽ ഇപ്പോൾ ഇന്ന് വീഡിയോ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പോവാത്തത്. 160 രൂപ പെർ പേഴ്സൺ, 100 സംതിങ് കൊടുക്കണം. ഞങ്ങൾ ഇന്ന് ബേസ് ക്യാമ്പിലേക്ക് കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ പറ്റില്ല. ഒരു ദിവസത്തെ വീഡിയോ കയറില്ല. 6 മണിക്കൂർ 5 മണിക്കൂർ വേണം. ഇന്നലെ രാത്രി ഞങ്ങൾ വീഡിയോ കയറ്റാൻ വേണ്ടി നോക്കി, നടന്നില്ല. ഞങ്ങളുടെ VPN വർക്കായില്ല. അങ്ങനെ ഇന്ന് ഷെയർലീനെ കൊണ്ട് ഒരു VPN പുള്ളിക്കാരി എനിക്ക് തന്നിട്ട് അത് മുഖേനയാണ് വീഡിയോ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇടുന്ന കയറാൻ ഭയങ്കര പാടാണ്. കാരണം ഇവിടെ ഫേസ്ബുക്കില്ല, യൂട്യൂബില്ല, യൂട്യൂബില്ല, അങ്ങനെ ഒരു സാധനമില്ല. ആകെ വീചാറ്റ്, അലീപേ, പിന്നെ അതുപോലെ ടിക്ടോക്ക്, അതൊക്കെ ഇവിടെ ഉള്ളു കേട്ടോ. വാട്ട് ടെല്ലിങ് ചൈനീസ് ടിക്ടോക്ക്. ഇവിടെ ചൈനീസ് ടിക്ടോക്ക് കേട്ടോ. തോയിങ് എന്ന് ഇവിടെ പറയും. ഇവിടുത്തെ മെയിൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ദിസ് ഇൻ ചൈന, മെയിൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടിക്ടോക്ക്. And WeChat. Toying. Guys, toying എന്നാണ് ഇവിടെ പറയുന്നത്. And Shirley is entering 160. Is entering fees 160. ഫീസ് 250 രൂപയാടാ. 280. അത് തന്നെ 18. ഗൈസ് 80. അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാത്ത പരസ്യം. 280 ഇവിടുത്തെ പൈസ. ഏതാണ്ട് 3000 രൂപയാണ് നാട്ടിലെ ഇവിടുത്തെ എൻട്രി ഫീസ് കേട്ടോ. ബസ്സിന് ഒരാൾക്ക് 250 ഇവിടുത്തെ പൈസ. ഒരാൾക്ക് അപ്പം 440 വരും കേട്ടോ. അപ്പോൾ എത്രയായി? ഏകദേശം 5000 സംതിങ് വരും കേട്ടോ ബസ് ടിക്കറ്റ് 2 പേർക്ക്. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. നീ കൊടുത്തോ? ടിക്കറ്റ് കിട്ടിയടാ. 2 ചൈനീസിൽ എഴുതിയ 2 ടിക്കറ്റ്. പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് ബേസ് ക്യാമ്പിൽ പോവാം കേട്ടോ. ഇത് ബേസ് ക്യാമ്പ്, അത് എവറസ്റ്റിലേക്കുള്ള ടിക്കറ്റാണ് ഈ കാണുന്നത്. 24-28 സംഭവങ്ങൾ. ബാക്കി പൈസ ഒക്കെ തിരിച്ചു തന്നു. പക്ഷെ അവിടെ നിന്ന് ബസ്സിന് പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം തന്നെ നാട്ടിലെ സമയം 10:15 കേട്ടോ.
ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. 10:15 ഇപ്പം നാട്ടിലെ സമയം. ഇതേ ഇവിടെ ഇപ്പം ബീജിങ്ങിൽ 1 മണിയാകാൻ പോകുന്നു. 12:44 നാട്ടിൽ 10:15. അപ്പം നമ്മൾ കറക്റ്റിന് നിന്നില്ലെങ്കിൽ നമ്മുടെ വീഡിയോ എടുക്കൽ നടക്കൂല. അപ്പോൾ അതൊക്കെ ചെയ്യണം ഗൈസ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഫുൾ അപ്ലോഡിങ്ങിന് വേണ്ടി ഉറങ്ങാതിരുന്നാണ്. കയറിയില്ല, ഐഫോണിൽ നിന്ന് കയറൂല. ഐഫോണിൽ എത്ര മണിക്കൂർ പറഞ്ഞാൽ 24 മണിക്കൂർ 48 മണിക്കൂർ മാറി വരുമായിരുന്നു. വാട്ട് വിൽ ഡു എന്ത് ചെയ്യും? ഫൈനലി വണ്ടികളെല്ലാം ഇവിടെ നിർത്തി. അതായത് ഇതുണ്ടല്ലോ, ഫീറ്റ് ലെവല് 5000 ഫീറ്റ് അല്ല, മീറ്റർ ലെവൽ അവർ പറയുന്നത് 5100. കൈസ് ഈ കാണുന്ന ഇങ്ങോട്ടാണ് പോകേണ്ടത്. അതായത് ഇവിടെയാണ് മൗണ്ട് എവറസ്റ്റ് കേട്ടോ. ഇത് ഈ കാണുന്നത് ഞാൻ കറക്റ്റ് കാണിച്ചു കേട്ടോ. മൗണ്ട് എവറസ്റ്റ് അതായത് ഹിമാലയ പർവ്വതം. അതായത് കുറേ ആൾക്കാരുടെ സ്വപ്നമാണ് അത് കീഴടക്കണം എന്നുള്ളത്. ഇതാണ് സംഭവം. ഇങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അതിന് മുമ്പായിട്ട് ഇന്ന് ഇവരെല്ലാം ലിവിനെ അന്ന് ക്യാമറ ഒന്നും ഇല്ലായിരുന്നു. അത് കാരണം ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലിവിനാക്കി ഹിമാലയം കീഴടക്കാൻ വേണ്ടി പോയത് കേട്ടോ. പിന്നെ ഇവൻ കൊൽക്കത്ത വന്ന് ക്യാമറ കണ്ടിട്ട് തിരിച്ചു വന്നു. കഴിച്ച് നോക്കി ഇന്ന് ഇവരെല്ലാവരും ഹോട്ടൽ എടുക്കുന്നത് ഇവിടെയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പാർക്കിംഗ് ഇവിടെ ആയിരിക്കും. ഇന്നിപ്പം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ടയർഡാണ്. ഫുഡ് കഴിച്ചിട്ടായിരിക്കും നേരെ പോകുന്നത്. നമ്മളോട് എന്നാന്ന് അറിയത്തില്ല, നമ്മളോട് ഇവിടെ ഇടാനാണോ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇടാൻ വേണ്ടി എണ്ണ വരയ്ക്കും കേട്ടോ. ഭയങ്കര പാടാണ് വീഡിയോ കയറ്റല്. നല്ല VPN ഉണ്ടല്ലോ, പരിപാടി നടക്കുമല്ലോ കേട്ടോ. അങ്ങനെ അവസാനം ഉണ്ടല്ലോ ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് തന്നെ ബില്ലിങ് സംവിധാനമൊക്കെ ഉണ്ട് തോന്നുന്നു. ഹിയർ ഇവിടെ ഇരിക്കാം. എൻ്റെ ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ. ഇത് നമ്മുടെ ചെറുക്കം കിടക്കുന്നു. ഞാൻ ഇതുവരെ വണ്ടിയുടെ മേൽഭാഗം കണ്ടില്ലായിരുന്നു, ഇപ്പം കണ്ടു കേട്ടോ. റെസ്റ്റോറൻറ്റിൻ്റെ ലോബി ഭാഗങ്ങൾ നോക്കി. ഇവിടെ താമസമൊക്കെ ഉള്ള കേട്ടോ. വലിയ സെറ്റപ്പൊന്നും ഇല്ല, എങ്കിലും കുഴപ്പമില്ല. ഇവിടെ എത്രയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഫുള്ള് ട്രഡീഷണൽ ടൈപ്പ് പാത്രങ്ങളാണ്. ഇവിടെ CCTV ഒക്കെ ഉണ്ട്. ഇത് ടിബറ്റ് പാത്രമാണ് തോന്നുന്നു കേട്ടോ. എന്തോ ഒലക്കയോ അങ്ങനത്തെ എന്തോ ഒലക്കയല്ലല്ലോ, എന്തോ വേറെന്തോ പാത്രമാണ്. ഞാൻ കാണിച്ചു കേട്ടോ. എല്ലായിടത്തും ഭയങ്കര കട്ടിയുള്ള പുതപ്പാണ്. ഇതുണ്ട് 4 കളം പോലെ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓ ബേബി ഹായ്. ചൂടുവെള്ളം ജസ്മിൻ ചൈനീസ് ഗൈസ് നോക്ക്. പുള്ളിക്ക് ഇച്ചിരി ഫീവറും ഇച്ചിരി ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് മാറും. പാവം പുള്ളിക്ക് പണി കിട്ടി. അതായത് ഹോട്ട് വാട്ടർ പെട്ടെന്ന് തീർന്നു കേട്ടോ ഹോട്ടലിൽ. പാവം പെട്ടു കേട്ടോ. ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ -5 സംഭവിച്ചെന്ന് ആലോചിക്കണം. പാവം ഉണ്ട് കേട്ടോ. ഒരു കണക്കിന് ദുരിതമാണ് ഒരു കണക്കിന് കേട്ടോ. ഗൈസ് നോക്കൂ, ഇതുണ്ടോ ചൈനീസ് ടീ ആട്ടോ ഈ സാധനം. ഗൈസ് മൊത്തത്തിൽ കോമഡി കേട്ടോ. കാരണം ഇവിടുന്ന് ഒരു സാധനം മേടിച്ച് കഴിക്കൽ ഭയങ്കര പാടാണ്. കാരണം ഇവിടുത്തെ രീതിയിലുള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ആകെ പുഴുങ്ങിയ മുട്ട മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ബാക്കിയൊക്കെ കടലയും വേറെ ഈ മധുരമൊക്കെ സാധനമാണ്. ഇന്നലെ ഈ പുള്ളി കഴിച്ചതെന്ന് അറിയാം, കോണ്. വെജിറ്റേറിയൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി കോണ് മാത്രമേ കഴിച്ചുള്ളൂ. ഗിമി മെനു കേട്ടോ. Vegetable and the eggs. എന്ത് പറഞ്ഞാലും സൂപ്പ് ഇതിലും പല ടൈപ്പാണ്. പുള്ളി കഴിക്കുന്നില്ല കേട്ടോ. കാരണം ഇവിടെ ബീഫ് ഉണ്ടാക്കുന്നുണ്ട്, പുള്ളിക്ക് താല്പര്യമില്ല. അപ്പോൾ പുള്ളി അത് കഴിക്കൂല. ഞങ്ങളിപ്പോൾ എന്ത് കഴിക്കും? ഞാനും അത് തന്നെ പറയാം. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയെന്ന് കേട്ടോ. ഈ കാണുന്നതാണ് എവറസ്റ്റിലേക്ക് പോകുന്ന ബസ് കേട്ടോ. ഗൈസ് അവിടെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഫുഡ്. നമുക്ക് പറ്റിയ ഒരു ഫുഡില്ല. ഗൈസ് അതിപ്പോൾ പച്ചവെള്ളം വല്ല ബിസ്ക്കറ്റ് നിന്ന് ജീവിക്കുന്ന സംഭവം. അടുത്ത വർഷം വണ്ടി നിർത്തുമ്പോൾ നല്ല ഹോട്ടൽ നോക്കുക. ഇവര് നിർത്തുന്നിടത്ത് ഹോട്ടലിൽ നിർത്തരുത്. അതെ, അതാണ് ഇനി നോക്കേണ്ട ഒരു കാര്യം അല്ലേ ഗൈസ്. കുഞ്ഞു മക്കള് കുഞ്ഞു മക്കൾ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പലതും ചോദിക്കുന്നുണ്ടോ. കുഞ്ഞു കുട്ടികളാ. ഇവര് ചൈനീസ് ഭാഷയിലാണ് ചോദിക്കുന്നത്. പക്ഷെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല കേട്ടോ. ഐ ഡോണ്ട് നോ ഒൺലി മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇന്ത്യ ഹിന്ദു ആണെന്നൊക്കെ ചോദിച്ചു. ഇന്ത്യ ഓക്കെ. എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ. ഇന്ത്യ മ്യാൻമാർ, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ. മദർ കൺട്രി ഇന്ത്യ. ദൈവത്തിന് അറിയാട്ടോ. കുടുങ്ങി. എന്നെ കൈ പിടിച്ച് വലിച്ചോണ്ട് കേട്ടോ കൊച്ച്. കൊച്ചുങ്ങൾ പറയാ 2 പൊട്ടന്മാരാ, നമുക്ക് പോയേക്കാം, കാര്യമൊന്നും ഇല്ലാന്ന്. ആയിക്കോട്ടെ. പരസ്യവണ്ടിയാണോടാ? പരസ്യവണ്ടിയാടാ. പരസ്യം കർട്ടൻ്റെ പരസ്യം വിളിച്ചു പറഞ്ഞോണ്ട് പോകട്ടോ. മോഡേൺ രീതിയാണ്. നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റിയത് ഒന്ന് വെള്ളം, ഈ കേക്കും. അതല്ല വേറെ മാർഗ്ഗമില്ല കേട്ടോ. കാരണം ഇന്നലെ ഞങ്ങൾ ആ ഫുഡ് കഴിച്ചിട്ട് പണി പാളിപ്പോയി.
കഴിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ അങ്ങോട്ട് പണി പാളും കേട്ടോ. അതേപോലെ തന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ 10-12,000 രൂപ കേട്ടോ VPN മേടിച്ച് മാത്രം. പെയ്ഡ് VPN ഇവിടെ ഉപകാരപ്പെടുള്ളൂ. കുറേ VPN മേടിച്ചു. അതിൽ ഏറ്റവും നല്ല VPN ഇവിടുത്തെ ഈ കാണുന്ന 111 4 പ്രാവശ്യം 1. പിന്നെ അതേപോലെ തന്നെ കാസ്പർസ്കി ഞാൻ മേടിച്ചു. അത് ഞാൻ ഇതാന്ന് ഓർത്ത് മേടിച്ചത്. പക്ഷെ കാര്യമില്ല കേട്ടോ, അത് VPN അല്ല. പിന്നെ നോഡ് VPN കുറേ സാധനം മേടിച്ചു. ക്രാഷ് ഇപ്പം ഫൈനലി വർക്ക് ചെയ്യുന്ന ഈ സാധനം കേട്ടോ. എല്ലാവരും പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയി. ഞങ്ങൾ ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാനും അതുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് തീർക്കട്ടെ. എന്നിട്ട് ഞങ്ങളും പോകുന്നു കേട്ടോ. എല്ലാവരും ബസ്സിൽ കേട്ടോ. 220 രൂപയാണ് ഇവിടുത്തെ പൈസ പെർ പേഴ്സൺ കേട്ടോ. ചെറിയൊരു ബസ്, ഇലക്ട്രിക്കൽ ബസ് കേട്ടോ. ഇവരിന് പോയിട്ട് 2.5 മണിക്കൂർ എടുക്കും. ഇവിടെ 18 സീറ്റുള്ളതാണ്, വലിയ സീറ്റില്ല. ഈ സീറ്റിൻ്റെ അകത്ത് കുറേ ഊമ്പലുണ്ട് കേട്ടോ. ഗൈഡ് പറയുന്ന പിന്നെ ഹോട്ടൽ എടുക്കാൻ പറ്റുള്ളൂ, അല്ലേ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പം മൊത്തം എല്ലാവരും ഗ്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പിന്നെ അതേപോലെ ഞാൻ ബാക്കി വണ്ടിയെന്ന് പറയാം കേട്ടോ. ഇവിടെ 5 ദിവസം ഹോളിഡേ വരാൻ പോകും. ബാക്കി വണ്ടിയെന്ന് പറയാം. നിങ്ങളെ അടുത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി കേട്ടോ വണ്ടി. ആ ഹോട്ടലിൽ ഇവിടെ നല്ല ഫുഡ് കിട്ടും തോന്നുന്നു. ബ്രദർ ഹിയർ ഗുഡ് ഫുഡ്. Yeah. India. യുവർ വെഹിക്കിൾ This. This one your. Yes. This is Chinese vehicle. Yes, good. Electrical. ഒറ്റ ഹോട്ടലിൽ ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന മാർഗമില്ല കേട്ടോ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചത്തു പോവാടാ. ഈ ഒരു സംഭവം ചൂടാക്കുന്ന ഇത് ഞാൻ ചോദിച്ചു, കുറേ ചോദിച്ചു കേട്ടോ. ഓവൻ ഹീറ്റിംഗ് ഹീറ്റിംഗ് നോ ഐ വിൽ. എന്നാ പറയുന്നേ? നീ എൻ്റെ അത് അവരുടെ അടുത്തുണ്ടവനെ രാഷമാർക്ക് പണി കിട്ടും കേട്ടോ. ഗേൾ ഫ്രണ്ട് ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അതിനകത്ത് ഓവൻ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടോ? വെയിറ്റ് മൈ ഫോൺ എന്താ ഇവരിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി പരമാവധി നോക്കുന്നുണ്ട്. ഗൂഗിൾ ട്രാൻസ്ലേഷൻ എടുക്കുന്നു. എൻ്റെ ഫോണില്ല. മൈക്രോ ഓവൻ. ദിസ് According to Wikipedia, Hot. yeah. Hot. 热的。 by exposing sorry, it no. to electromagnetic അതിനാണ് ഇത്ര വരെ കഷ്ടപ്പെട്ട്. നോ 你说这个 hot。 നോ No.哦，我知道，理解。 അപ്പൊ എന്തായി? Understand? അപ്പൊ ഇതിപ്പോ തിന്നുന്ന എനിക്ക് സാധനം നൂഡിൽ അതിനാ ഹീറ്റിംഗ് ഓവൻ. No. 这个可以直接吃。 പൊട്ടിച്ച് കഴിക്കാം. ഗുഡ്. ബർഗർ പോലും കഴിക്കാനുള്ള വകുപ്പില്ല ഇവർക്ക്. ചൈനീസ് ടിബറ്റ് ഭാഷയിലെ വരുന്നത് ഇവിടെ. ചൈന പൈസ ടിബറ്റ് പൈസ ഇല്ലേ. ഓക്സിജൻ മാസ്ക് ഇരിക്കുന്നു ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഓക്സിജൻ കിട്ടായിരുന്നുണ്ടെന്ന് തോന്നുന്നു. In this water, you have water? Yeah, hot water. Okay. No problem. What is this? Yeah. What is this? No, this. D. No. 那个 no. Burger? No. Only water. 哎，挖的可以，那个烧水可以冒。ഇത് വഴിയുള്ളൂ. I will. Yeah. നൂഡിൽസ് അല്ല, വേറെ വഴിയില്ല. ടിബറ്റിൽ ഭയങ്കര പൈസയാണ് എല്ലാത്തിനും. ചൈന ചെന്ന പൈസ പറയും. ഗൈസ് ഇപ്പോൾ ഒരു വലിയ വിഷയം എന്നറിയാമോ? കാണാൻ നല്ല വ്യക്തതയുണ്ടോ? നന്നായിട്ട് വ്യക്തതയുണ്ട്. എന്നെ കാണാൻ വ്യക്തതയുണ്ടോ? ഗൈസ് ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 5 ദിവസം ഇവിടെ ഹോളിഡേ വരാൻ പോകും, ചൈനീസ് ഹോളിഡേ. അപ്പം നമുക്ക് ടാക്സി എന്ന് അവിടെ എടുത്ത് പറഞ്ഞ സ്ഥലത്ത് വിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. അപ്പോൾ അങ്ങനെ തന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാളെ കഴിഞ്ഞ് പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങളെല്ലാവരും ചെന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന പോലെ ഇന്നലെ 5 ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നതനുസരിച്ച് നമ്മളൊക്കെ ഓരോ വിസകൾ ഇങ്ങനെ എടുത്ത് വെച്ചാൽ ട്രാവൽ ചെയ്യുന്നത്. വിസയെല്ലാം എക്സ്പയർ ആയിപ്പോവും, പരിപാടി പാളും. Chicken rice，大米饭，这个 noodles， ചിക്കൻ chicken noodle， ചിക്കൻ ഇപ്പം എടുത്താക്കുന്ന വെജ് നൂഡിൽസ് ആട്ടോ. ദിസ് ഈസ് ചിക്കൻ റൈസ്. yeah, chicken rice。 Good. This is hot water? No. No. Heating oven. Yeah, no. 冷水，冷那个是吧？ എങ്ങനെ പറയുന്നത്? This one is chicken.火鸡。 No. Chicken noodles. Chicken. Noodles. Chicken noodles. Yeah. This is ചിക്കൻ noodles. Chicken. 这个里头你得人话，我们那个看了。 Sorry, my language is problem. Sorry. Chicken. 我知道你讲的那个意思，但是这里面没有鸡肉。 ഭാഷ അറിയില്ല കേട്ടോ. ഇവനെ
എന്ത് ചെയ്യുക? കിട്ടുന്ന കഴിക്കുക. നീ നോക്ക അതിനകത്ത് ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് എടുക്ക്. അത് നടക്കുള്ളൂ. അതിനാ Here, good noodles. Which? Good noodles. Good. hot what hot This放这里面一起 good. 啊，这noodles这放里面。 Yeah. You ready? താങ്ക് യു എല്ലാം മനസ്സിലായി. ഞങ്ങൾക്ക് രണ്ട് മനസ്സ് കേട്ടോ. എന്റെ പൊന്നെ.水开了没有？ വാട്ടർ这 no no നോ നോ no 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 no，把我给把它靠那， എന്നെ എന്നാന്ന് ചോദിക്കട്ടെ. ഏതാ我给看看。 കാണിക്ക്. no 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 no。സ്പൂണാ കേട്ടോ അത്. Okay. ഓക്കെ ഓക്കെ ഓക്കെ. 这 നോ 个 നോ 这 നോ 个 നോ നോ No. നോ no no one。OK ഇതൊക്കെ ചൈനീസ് ലിക്കറുകളായിട്ട് ഇതൊക്കെ ചൈനീസ് ലിക്കറാ. വിസ്കി അങ്ങനത്തെ സാധനമൊക്കെ കേട്ടോ. അടിക്കാൻ മാത്രമേ ഓർമ്മയുള്ളൂ. നല്ല കണ്ണുനീര് പോലെ ഇരിക്കും കേട്ടോ. കറങ്ങിപ്പോ ഇവിടെയുള്ളവരൊക്കെ അടിക്കും. കൈസ് എങ്ങനെയാണ് നമുക്ക് ഇതെന്നാടാ? ഇതിനകത്ത് എന്തൊക്കെയോ കിട്ടും. No? Yeah 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 yeah. This? ഇതിന്റെ സോസൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നടക്കട്ടെ, നോക്കാം ഇത് കഴിക്കാവിനെ. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ ആ കാലമാടം കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ കുടുംബം വഴി എഴുതി പിടിക്കും. അവൻ കമ്മീഷൻ അടിക്കുന്നുണ്ടോ? അല്ലേ? നല്ല രീതി അടിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്നാ? നിനക്ക് ചിക്കൻ ഇടട്ടെ? ഇവര് മേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഗുഡ്. ഇതെന്താ ആവശ്യമില്ല? ചിക്കൻ 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 chicken。 നോ ഇത് വേണ്ടെന്ന് പറഞ്ഞല്ലേ? എടുത്ത് കളഞ്ഞാൽ മതി. 泡热个没得了。这个是姜的。哦，姜啊。 എനിക്ക് വേണ്ടേ? OK，剪刀。അത് ഉപ്പിൻ്റെ അത് ടിപ്പിക്കാവുള്ളേ. ഫുഡായി രക്ഷപ്പെട്ടു കേട്ടോ. സോസേജാ, ചിക്കൻ സോസേജ്. സോസേജ് അത് തന്നെ.你等还有个鸡腿也。ചിക്കൻ വിച്ച് ചിക്കൻ? വെള്ളം ചൂടാക്കി അവർ ഒഴിക്കും. ദിസ് നോ? 调料。No。水倒掉，然后。ഓക്കെ. ഓക്കെ അതിന് ബന്ധു കഴിഞ്ഞിട്ട് ഇടാന്ന് അവർ ഉദ്ദേശിച്ചത്. എവിടെയും വീച്ചാറ്റും ഇതുണ്ടാവും കേട്ടോ. പൊട്ടം പൂരപ്പറമ്പിൽ ചെന്ന പോലെയായി കർത്താവേ. നിങ്ങൾ ആരൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പഠിച്ചു വെക്കണം. പക്ഷെ ചൈനീസ് ഒക്കെ പഠിപ്പിക്കുന്നില്ല അല്ലേ? അതെ എന്ത് പഠിച്ചിട്ടൊരു കാര്യമില്ല. ഓരോ രാജ്യത്ത് ഓരോ ഭാഷയാണ്. എല്ലാ ആംഗ്യഭാഷയും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവർ നല്ല മനസ്സിലായിട്ട്. ഇന്ത്യ ടിബറ്റ് then China, Kazakhstan, Russia, Europe. This -5 ആട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു -0 ഒക്കെ തോന്നുന്നു കേട്ടോ. ഇപ്പൊ 0 ഡിഗ്രി തോന്നുന്നു. ഇവന് എന്നാ കാണിക്കുന്നത് ദൈവത്തിനറിയാം കേട്ടോ. ഞാൻ നേരത്തെ ഇതിലേക്ക് വേണ്ടി ഇവിടെ ട്രാൻസാക്ഷൻ അടിച്ചപ്പോ അക്ഷരം മാറിപ്പോ കേട്ടോ. ഒരു നല്ലവരായതുകൊണ്ട് അടി കിട്ടിയില്ല. ഗൈസ് ഇതേ സംഭവം റെഡി. ഇതാണ് സാധനം കേട്ടോ. ആണ് കേട്ടോ നൂഡിൽസ്. ഇരുന്നോളെ. ഓ താങ്ക് യു. അവന് ഇരുന്നോളെ. ഇരിക്കാം. ഇഷ്ടപ്പെടും നമുക്ക്. നിന്നെ കൊണ്ട് പറ്റൂലല്ലോ ഇവന്. അതിനാ ഭയങ്കര എരിവും വേറൊരു രീതിയിലുള്ള സാധനം. ഞാൻ കണ്ണടച്ചു. വേറെ രക്ഷയില്ല കേട്ടോ. വേറെ വഴിയില്ലല്ലോ. ഇതേ ചിക്കൻ കഴിക്കാനാ? ഇത് വെന്തിട്ടില്ല. താങ്ക് യു.要不要看？താങ്ക് യു. അത് മനസ്സിലായി കേട്ടോ. എങ്ങനെയുണ്ട്? പറ്റൂല. സോസേജ് പറ്റുമോ? ആ സോസേജ് ഒന്നും പറ്റൂല. എൻ്റെ അമ്മോ എന്നതിനാ? അപ്പൊ വേറെന്തോ രുചിയാടാ. കഴിച്ചു നോക്ക്. നൈറ്റ്സിലൊക്കെ വണ്ടിയിലേക്ക് കയറ്റിട്ട് പോവാ. പട്ടണേ വെക്കാം. മിക്സ് ചെയ്യും മൊത്തം. അത് കണ്ടിട്ട് ചിന്നാൻ പോവാ. വേറെ വഴിയൊന്നുമില്ല. ഗൈസ് നോക്കൂ, അവർ പോയ സമയത്ത് നമ്മൾ ഇതേപോലെ മണിക്കൂറുകളോളം പിന്നെ VPN അതും ഇതൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ വീഡിയോ കയറുള്ളൂ. അതെല്ലാം ഒന്ന് കേട്ടിട്ട് കേട്ടോ. ഫൈനലി നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കയറി നമ്മുടെ കാമ് കഴിഞ്ഞു കേട്ടോ. പുള്ളി നേരത്തെ വന്നു പപ്പുവായി. കാരണം പപ്പുവായി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. കറക്റ്റാണ്. ഹെഡ് പെയിൻ. ഗൈസ് നോക്കൂ, ബാക്കിയുള്ളവരെല്ലാം വരുന്നുള്ളൂ. ഇന്ന് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇവിടെയാണോ ഇനിയിപ്പോൾ ഇന്ന് പോകുന്നുണ്ടോന്നും അറിയത്തില്ല. ഇത് മൂന്നാമത്തെ ദിവസമല്ലടാ. പപ്പുബായിനെ മല കാണിച്ച് പറ്റിച്ചു. അല്ലേ? മൗണ്ടൻ ഓളി 1000 രൂപ
ഒരാൾക്ക് 8000. അതാണ് ഞങ്ങൾ മേടിച്ച ഓക്സിജൻ കേട്ടോ. പുള്ളിക്ക് ഭയങ്കര തലവേന. വായിലോട്ട് അടിക്കാൻ പറ. ആവോ എന്റെ ഐഫോണും പോയി. ഇതൊക്കെ മാറിപ്പോയ ഇതിങ്ങനെ വെക്കണ്ടേ ആണോ? എന്നെ എല്ലാത്തിനും വെപ്രളം, അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പോവുക. വെപ്രളം കാണിക്കില്ല കേട്ടോ ആരും. ഇതൊക്കെ ये ऊपर रहेगा ऊपर ना पप्पू बाय फोन पट्टी फोन पकड़ो भैया. प्रेस करो बार. प्रेस करो प्रेस करो. इसमें कुछ नहीं होता मेरे को. क्या यार इधर नहीं है, इधर नहीं नाक में देखो. डालो डालो. पूसा हटा അങ്ങോട്ട്. अच्छा है ऑक्सीजन, अच्छा है आपका. अभी ऑक्सीजन चाहिए आपको. അടിച്ചോ? അടിച്ചോ? ഇനി ഞാനും വെറുതെ ഇനി രസമല്ലേ എല്ലാരും അടിച്ചിട്ട് ഞാൻ അടിക്കാൻ വിഷമല്ല. ഓക്സിജൻ ഇട്ട് എന്നെ ആസനം വേണം ചെയ്തോണം കേട്ടോ. ഹോട്ടലാണ് ഗൈഡ് നമ്മളെ കിടക്കാൻ പറഞ്ഞതും അതുപോലെ തന്നെ പാർക്കിങ്, അതുപോലെ ഇവർക്കൊക്കെ ഹോട്ടൽ സൗകര്യം ആക്കി കൊടുത്തത് അവിടെയായിരുന്നു കേട്ടോ. പക്ഷെ ആരും സമ്മതിച്ചില്ല. അവിടെ കോമൺ ടോയ്ലറ്റാണ്, അതുകൊണ്ട് ആർക്കും പറ്റിയില്ല. അതുകൊണ്ട് ഈ കാണുന്ന ഹോട്ടൽ എല്ലാവരും എടുത്തു. ഞങ്ങളും സായിപ്പും, ഇന്നലെ സായിപ്പ് ഹോട്ടലായിരുന്നു, ഞങ്ങളും സായിപ്പും കിടക്കുന്നത് ഇന്ന് വണ്ടിയിലാണ്. ഞങ്ങൾ ഇന്നും വണ്ടിയിലാണ്. സാഹിബിനോട് പറയുന്നത് നല്ലതാണ്, ഒരു പ്രശ്നമില്ല, സായിപ്പിൻ്റെ കളസ് ഊരി എടുക്കാം, ഒരു കാറ്റും ഇല്ല, ഒരു ശ്വാസം മുട്ടലും ഒന്നുമില്ലെന്ന്. എവറസ്റ്റ് കാണാൻ വേണ്ടി പോകുന്ന വണ്ടി കേട്ടോ ഇത്. പാക്കേജ് എടുത്ത് പോകുന്നതാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇവരെ പിക്കപ്പ് ചെയ്യാനാടാ ഇവനെ. ഇതാട്ടോ ഞങ്ങൾ ട്രാൻസ്ഫോമർ എല്ലാം കുത്തി വെച്ചേക്കുവാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നത്. ചൂടുണ്ടോടാ? ഇപ്പം ചൂട് കയറിയിട്ടുണ്ട്. രാത്രി നല്ല രസമായിരിക്കും. രാത്രി നല്ല തലവേദന, നല്ല തണുപ്പുമായിരിക്കും. ഗൈസ് ഇങ്ങനെ കുലും കൂട്ടാ വണ്ടി കിടന്ന്. ഗൈസ് ഗൈഡില്ലാതെ ഒരു പരിപാടി നടക്കൂല. നാളെ 340 കിലോമീറ്റർ, നാളെ രാവിലെ 7 മണിക്ക് എണീക്കണം കേട്ടോ. ഇതൊന്നും തുടങ്ങി ഞങ്ങൾ കേട്ടോ. ഭയങ്കര വിശപ്പ്. അപ്പം ഞങ്ങൾ ചൈനീസ് കടയുണ്ട്, ചൈനീസ് സംബന്ധിച്ച് കേട്ടോ. അപ്പം ഞങ്ങൾ നൂഡിൽസ് ഓർഡർ ചെയ്തു. അവർ വെള്ളത്തിലുള്ള നൂഡിൽസ്, പിന്നെ ഈ ഇലയും. ജീവിതത്തിൽ നമ്മളെ കൊണ്ട് പറ്റുക കഴിക്കാൻ. കയ്പാ ഒഴിക്കുമ്പോൾ ഞങ്ങൾ കാലിൽ പിടിച്ചു. പ്ലീസ് ഞങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ. ഞങ്ങൾക്ക് അടുക്കള എല്ലാ കാര്യം വിട്ടു ഞങ്ങൾക്ക് പെർമിഷൻ തന്നു. ഇവിടെ എല്ലാം കട്ട് ചെയ്ത് നമ്മുടെ രീതിയിലുള്ള നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. കിട്ടുന്ന സാധനം വെച്ച് ഫുൾ സാധനം ഇല്ല. കിട്ടുന്ന ഇതാണ് പറയുന്നത്, കരയുന്ന കൊച്ചിനെ പാലുള്ളത്. അത് തന്നെ കേട്ടോ, കരയുന്ന കൊച്ചിനെ പാലുള്ളൂ. ഇതിനെ ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. ഇല്ല ഞങ്ങൾ തട്ടിപ്പോട്ടെ. കാരണം ഇന്നലെ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഇന്നും കഴിക്കാൻ പറ്റില്ല. പ്രശ്നമുള്ള മര്യാദയ്ക്ക് ഫുഡും കഴിക്കണം. ആൾട്ടിറ്റ്യൂഡാണ് മെയിൻ തിങ്. നാളെ 7:30 പോകണം. അതൊക്കെയാണ് അതിൻ്റെ വിഷയങ്ങൾ. അതിൽ ഈ ചപ്പെടുത്ത് കളഞ്ഞിട്ടാണ് ഇത് ഫ്രൈഡ് ആക്കി എടുക്കാൻ വേണ്ടി. അജനാമോട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉപ്പാട്ടോ. ഇതാണ് ഇവിടുത്തെ ഉപ്പ്, അജനാമോട്ടോ അല്ലേ? ഇന്ത്യടാ എവിടെ? ഗൈസ് അതാണ് സംഭവം കേട്ടോ. ഫൈനലി സംഭവം ഇട്ടു. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. സെറ്റ് ചെയ്തെടുക്കണം, ഇല്ല പരിപാടി പാളും. പുറത്തു പോകുന്നില്ല, പുറത്ത് പോകാതെ ഫ്രൈ ചെയ്തെടുക്കും. ഐസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ വണ്ടിയിലേക്ക് കയറി. നല്ല തണുപ്പാണ്, രാത്രി ആയിട്ടോ. പുറത്തൊക്കെ നല്ല രീതി തണുപ്പ് തുടങ്ങി കേട്ടോ. ഇവിടെ ഫോണുകളും സംഭവങ്ങളൊക്കെ കുത്തിവെച്ചു, ഇവിടെ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ. നാളെ നമുക്ക് 340 കിലോമീറ്റർ ഉണ്ട്. ലിബിന് ഭയങ്കര തലർക്കും പ്രശ്നങ്ങളൊക്കെയാണ്. ഇന്നലെ രാത്രി എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അതിനെ സർവൈവ് ചെയ്തു. എന്നെ എമർജൻസി കേസ് ഉപയോഗിക്കാൻ വേണ്ടി ഇത് മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്. നാളെ നമ്മളിവിടുന്ന് 340 കിലോമീറ്റർ ഓടിയതിന് ശേഷം നാളെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ്, ഞങ്ങൾക്ക് ലൈസൻസ്, വണ്ടിയുടെ ടെസ്റ്റ്, വണ്ടിക്ക് ബുക്കും പേപ്പറും ഇതൊക്കെ ലാസ്റ്റ് എന്ന് ശരിയാക്കിയിട്ടാണ് ഫൈനലി നമ്മൾ ചൈനയിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ചൈനയിലേക്ക് എൻട്രി ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ടിബറ്റിലാണ്, ടിബറ്റിൻ്റെ കഴിഞ്ഞ ഒന്നാണ് എങ്കിൽ നമ്മൾ ചൈനയിലേക്ക് എൻട്രി ചെയ്യുന്നത്. അല്ലേ ലിബിനെ? മറ്റേ ഏജന്റിനോട് പറയാം, 4-5 ബില്ലുണ്ട്, പേപ്പറായിട്ട് അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് അല്ലേ? ഗൈസ് നോക്കൂ, അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്ക് ഗുഡ് ബൈ. ഗൈസ് നോക്കൂ, നാളെ ഒരു ഡ്രൈവിംഗ് വീഡിയോ ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് എല്ലാ കാര്യങ്ങളും 1 minute updations coming and 6 minutes 7 minutes video Facebook e-bullet. Okay.